മധ്യപൂർവേഷ്യയിലെ ആകാശം വീണ്ടും മിസൈലുകളാലും ഡ്രോണുകളാലും പ്രകമ്പനം കൊള്ളുകയാണ്. ദശകങ്ങളായി തുടരുന്ന ഇറാൻ-ഇസ്രായേൽ നെടുയുദ്ധം ഇപ്പോൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയിരിക്കുന്നു. എന്നാൽ ഈ സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ ഘട്ടം മുൻപത്തേക്കാൾ സങ്കീർണവും അപകടകരവുമാണ്. മുൻപ് അതിർത്തികളിലും സൈനിക താവളങ്ങളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ ശത്രുരാജ്യത്തിന്റെ നട്ടലായ പ്രതിരോധ വ്യവസായ ശൃംഖലകളെ ലക്ഷ്യം വെച്ചുള്ളതായി മാറിയിരിക്കുന്നു. ഇസ്രയേലിലെ പെത്തെ ടിക്കാവയിൽ സ്ഥിതി ചെയ്യുന്ന സുപ്രധാന ഡ്രോൺ നിർമ്മാണ കേന്ദ്രത്തിന് നേരെയുണ്ടായ ഇറാനിയൻ മിസൈൽ ആക്രമണം ഈ പുതിയ യുദ്ധതന്ത്രത്തിന്റെ പ്രകടമായ തെളിവാണ്. ഇസ്രയേലിലെ അതീവ സുരക്ഷയുള്ള വ്യവസായ മേഖലയിലാണ് എയ്റോസോൾ ഏവിയേഷൻ സൊല്യൂഷൻസ് പ്രവർത്തിച്ചിരുന്നത്. ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് ആവശ്യമായ നിരീക്ഷണ ഡ്രോണുകൾ, ആക്രമണ ഡ്രോണുകൾ, ബോംബ് ഘടകങ്ങൾ, കൂടാതെ പൈലറ്റുമാർക്ക് ആവശ്യമായ അത്യാധുനിക ഹെൽമറ്റുകൾ എന്നിവ നിർമ്മിച്ചിരുന്ന സുപ്രധാനമായ ഒരു യൂണിറ്റായിരുന്നു ഇത്. ഇവിടേക്കാണ് ഇറാന്റെ മിസൈൽ പതിച്ചത്. ഈ ആക്രമണത്തിന്റെ ആഘാതം വിവരണാതീതമാണ്. സ്ഫോടനത്തിൽ കെട്ടിടത്തിന്റെ ഭൂരിഭാഗവും തകർന്നു വീഴുകയും മെഷീനറികൾ നശിക്കുകയും ചെയ്തു. ഒരു വ്യവസായ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിത്തറയ്ക്കും ഘടനയ്ക്കും ഏൽക്കുന്ന ആഘാതം ഉൽപാദനത്തെ വർഷങ്ങളോളം പിന്നോട്ടടിക്കും. ഈ കേന്ദ്രത്തിന്റെ നാശം ഇസ്രയേലിന്റെ ഡ്രോൺ വിതരണ ശൃംഖലയിൽ വലിയൊരു വിടവ് സൃഷ്ടിച്ചിരിക്കുകയാണ്. യുദ്ധഭൂമിയിൽ സൈനികർക്ക് കൃത്യസമയത്ത് ഡ്രോണുകളും അനുബന്ധ ഉപകരണങ്ങളും എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നു. ഈ ആക്രമണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വശം ഇറാൻ എങ്ങനെയും ലക്ഷ്യസ്ഥാനം കൃത്യമായി കണ്ടെത്തി എന്നതാണ്. അതീവ രഹസ്യ സ്വഭാവമുള്ള പ്രതിരോധ കേന്ദ്രങ്ങൾ പോലും ഇന്ന് പൂർണ്ണമായും സുരക്ഷിതമല്ല. പൊതുജനങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, സോഷ്യൽ മീഡിയ വിവരങ്ങൾ എന്നിവ കോർത്തിണക്കി തയ്യാറാക്കുന്ന ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് ഇറാൻ ഈ കേന്ദ്രത്തിന്റെ സ്ഥാനം തിരിച്ചറിഞ്ഞതെന്ന് കരുതപ്പെടുന്നു.